നമസ്കാരം. ചൂടൻ തിരഞ്ഞെടുപ്പ് ചർച്ചകളും സീറ്റ് വിഭജനവുമാണ് സകലമാന മുന്നണികളും ഇപ്പോൾ നേരിടുന്ന പ്രധാന പ്രശ്നം. അതിപ്പോൾ ദേശീയ തലത്തിലാണെങ്കിലും സംസ്ഥാനത്തിലാണെങ്കിലും എല്ലാം ഒരുപോലെ തന്നെ. എന്നാൽ UDF നേരിടുന്ന പ്രശ്നങ്ങളൊന്നും LDFിനെ സംബന്ധിച്ചോളം ഇല്ല. ലോക്സഭാ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട് LDFിൽ ഭിന്നതയില്ലെന്ന് മുന്നണി കൺവീനർ EP ജയരാജൻ പറഞ്ഞു. കഴിഞ്ഞ ദിവസങ്ങളിൽ കോൺഗ്രസിലെ ചില നേതാക്കൾ പറയുന്നുണ്ടായിരുന്നു CPMനും CPIക്കും ഇടയിൽ സീറ്റ് തർക്കങ്ങളൊന്നും UDFിൽ ഇല്ലെന്ന്. പക്ഷേ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പറഞ്ഞതെന്ന് ഒന്നുകൂടെ അവർ വ്യക്തമാക്കണം. കുറെ ദിവസങ്ങളായി മുസ്ലിം ലീഗ് 3 സീറ്റ് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും അത് കാണുന്നതുമാണ്. ഇടതുമുന്നണിയിലെ എല്ലാ പാർട്ടികളും ഒറ്റക്കെട്ടായാണ് സീറ്റ് വിഭജനം സംബന്ധിച്ച ധാരണയിൽ എത്തിച്ചേർന്നതെന്നാണ് EP ജയരാജൻ പറയുന്നത്. LDFിന് അർഹമായ പരിഗണന ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് ബോർഡ് കോർപ്പറേഷൻ പദവികൾ തിരിച്ചു നൽകാൻ രാഷ്ട്രീയ ജനതാദൾ അതായത് RJD സംസ്ഥാന നേതൃത്വം തീരുമാനിച്ചിട്ടുമുണ്ട്. സീറ്റ് വിഭജനം വരുമ്പോൾ ഓരോ പാർട്ടിക്കകത്തും അണികളുടെ സമ്മർദ്ദമുണ്ടാകും. മുന്നണിയിൽ പാർട്ടികൾ അവരവരുടെ പ്രശ്നങ്ങൾ ഉന്നയിക്കും. തീരുമാനമെടുത്തു കഴിഞ്ഞാൽ എല്ലാവരും അത് അംഗീകരിക്കുക എന്നുള്ളതാണ് ഇടതുമുന്നണിയുടെ നിലപാട്. കേരളത്തിൽ 16 സീറ്റുകളായിരുന്നു CPM മത്സരിച്ചിരുന്നത്. കേരള കോൺഗ്രസ് എമ്മിനായി ഒരു സീറ്റ് CPM ഉപേക്ഷിക്കണമെന്ന് LDF കൺവീനറായ EP ജയരാജൻ തന്നെയാണ് യോഗത്തിൽ നിർദ്ദേശം വെച്ചത്. അതെല്ലാവരും അംഗീകരിക്കുകയും ചെയ്തിരുന്നു. അല്ലാതെ സീറ്റ് ചോദിക്കുമ്പോൾ സതീശനും സുധാകരനും പറയുന്നത് പോലെ മുസ്ലിം ലീഗിന് 3 സീറ്റിന് അർഹതയുണ്ട്, പക്ഷേ സീറ്റ് തരാൻ പറ്റത്തില്ല. അതൊന്നുകൂടി ആലോചിക്കണം. ഇനിയിപ്പോൾ സിറ്റിംഗ് സീറ്റ് കിട്ടണമെങ്കിൽ ഹൈക്കമാൻഡിന്റെ ഉത്തരവിന് വേണ്ടി വരെ കാത്തിരിക്കേണ്ടതായിട്ടുമുണ്ട്. മുസ്ലിം ലീഗുമായി പല തവണ ചർച്ച വെച്ചിട്ടുണ്ടെങ്കിലും അവർ പിന്നോട്ട് പോയിട്ടില്ല. ആദ്യമായിട്ടാണ് അവർ ഇത്തരത്തിലൊരു നിലപാടിൽ ഉറച്ചു നിൽക്കുന്നത്. എന്തായാലും ആ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ കഴിയാത്തവരാണ് ഇടതുമുന്നണിയെ കുറ്റം പറയുന്നത്. സ്വന്തം കണ്ണിലെ കറണ്ട് എടുത്തിട്ട് മറ്റുള്ളവന്റെ കണ്ണിലെ തടി എടുത്താൽ മതി എന്ന് പഴമക്കാർ പറയുന്നത് ഇതിനെയൊക്കെയാണ്. കോൺഗ്രസ് ലീഗിനെ അവഗണിക്കുന്നത് പോലെയല്ല ഇടതുമുന്നണി. എല്ലാവർക്കും തുല്യ പരിഗണനയാണ് LDFിൽ നൽകുന്നത്. കോൺഗ്രസ് സീറ്റ് കൊടുത്ത് ലീഗ് മത്സരിക്കേണ്ട അവസ്ഥയുണ്ടോ എന്ന് ചിന്തിക്കണം. ആരാണ് ഇവിടെ ചിന്തിക്കേണ്ടത്? അത് ചിന്തിക്കേണ്ടത് മുസ്ലിം ലീഗ് തന്നെയാണ്. 1952 മദ്രാശി സംസ്ഥാനത്ത് 5 MLAമാരും 1 MPയും ലീഗിനുണ്ടായിരുന്നു. അതിപ്പോൾ 1962 തനിച്ച് മത്സരിച്ച് 2 MPമാരും ഉണ്ടായിരുന്നു. അവർക്ക് ഇപ്പോഴും 2 സീറ്റാണ്. 1962 മുതൽ അവർക്ക് ഇത്രയും കാലം എത്തിയപ്പോഴും 2 സീറ്റിൽ തന്നെയാണ് നിൽക്കുന്നത്. ലീഗ് തനിച്ച് മത്സരിച്ചാൽ ഇപ്പോൾ ഉള്ളതിനേക്കാൾ സീറ്റ് നേടുകയും കോൺഗ്രസിനെ അത് പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യുന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. ലീഗിനെ കൂടെ നിർത്തേണ്ടത് UDFിന്റെ ആവശ്യമാണ്. RJDക്ക് പ്രത്യേക പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് ചർച്ച ചെയ്യും. സീറ്റ് ഇപ്പോഴത്തെ കൺവീനർ RJDക്ക് വാഗ്ദാനം ചെയ്തിട്ടില്ല. ലീഗിന്റെ പിന്തുണ കൊണ്ടാണ് കോൺഗ്രസ് ജയിച്ചു വരുന്നത് തന്നെ. എന്നാൽ അവരെ 2 സീറ്റിൽ ഒതുക്കിയിട്ടിരിക്കുകയാണ്. അങ്ങനെയൊന്നും ഒരിക്കലും LDF ചെയ്തിട്ടില്ല. പാർട്ടികൾ അഭിപ്രായം പറയുന്നത് തെറ്റല്ല. എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. അത് LDFിനെ ശക്തിപ്പെടുത്തുന്നതാണ്. മുൻകൂട്ടി സീറ്റ് തരാമെന്ന് LDF ഒരിക്കലും പറയാറില്ല. അങ്ങനെ പറഞ്ഞതായി ജയരാജനോട്ട് അറിയത്തുമില്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. ലീഗ് തനിച്ച് മത്സരിച്ചാൽ കോൺഗ്രസ് ഗതികേടിലാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.